എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺഡേ വ്ളോഗാണ്. ഇത് ഞാനൊരു മെയ് ലാസ്റ്റ് വീക്കൊക്കെ എടുത്തൊരു വീഡിയോ ആയിരുന്നു. കുറച്ച് ലേറ്റായി പോയി എഡിറ്റ് ചെയ്യാൻ. ബട്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം, ആ ഒരു സണ്ണി ലൈറ്റും ആ ഒരു നേച്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ജൂൺ ജൂലൈ അല്ലാന്ന്. ആൻഡ് ഈ മെയിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉച്ചകഴിഞ്ഞ് മഴയും രാവിലെ നല്ല വെയിലും ഉള്ള ആ ഒരു കാലാവസ്ഥയല്ലോ. അപ്പോൾ നമുക്ക് രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോകാൻ അടിപൊളി ഒരു ക്ലൈമറ്റാണ്. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയും കൂട്ടിയിട്ട് ഞങ്ങൾ മോർണിംഗ് വാക്കിന് പോകണയാണ്. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ സ്ഥലം അടിപൊളിയാണ്. ആൻഡ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണതാണ് ഈ ഒരു മോർണിംഗ് വാക്ക്. ആൻഡ് ഐ റിയലി ലവ് ഇറ്റ്. ഉച്ചകഴിഞ്ഞുള്ള മഴയുള്ളതുകൊണ്ടാണെന്നറിയില്ല, നല്ല സുഖമായിരുന്നു നമുക്ക് ഈ ഒരു പച്ചപ്പിൽ കൂടെ നടക്കാനും. ആ ഒരു ഫ്രഷ് എയറും ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് ഇത്രയും വെയിലാണെങ്കിലും അത്ര ഭയങ്കരമായിട്ട് വെയിൽ ഡിസ്റ്റർബ് ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു മോർണിംഗ് വാക്ക്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സൺഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത് ഈ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് കഴിച്ചു. ആൻഡ് ഇറ്റ്സ് ടേസ്റ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. ആൻഡ് വീട്ടിലാവുമ്പം എസ്പെഷ്യലി അടിപൊളിയായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ്. എൻ്റെ ഷോപ്പിംഗ് പാർട്ട്ണർ എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ക്യൂട്ട് ലിറ്റിൽ മൊമെൻറ്റ് വിത്ത് ഹെർ. ആൻഡ് യാ, ഐ ലവ് ഹർ എ ലോട്ട്. ആൻഡ് ഹർ നെയിം ഈസ് കല്യാണി. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ ഒരു സെക്കൻഡ് ബർത്ത്ഡേ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കല്യാണി കുട്ടിയുടെയാണ്. ആൻഡ് ഞങ്ങളുടെ പൊന്നു. അങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാനും അച്ചാച്ചനും നേരെ വീട്ടിലേക്കാണ് പോന്നിട്ടുണ്ടായിരുന്നേ. കാരണം എനിക്ക് ഉച്ച കഴിഞ്ഞ് കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേഗം പോരേണ്ട ഒരവസ്ഥയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫൺ. എനിക്ക് ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് എനിക്ക് പൊന്നിൻ്റെ കൂടെ ഓടാൻ മാത്രമായിരുന്നു സമയം ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് ഫൺ. നല്ല രസമായിരുന്നു. ഒരു കാർഡിയോ ഒക്കെ കഴിഞ്ഞൊരു ഫീൽ ഉണ്ടായിരുന്നു. നല്ലൊരു വർക്കൗട്ടാണ് പിള്ളേരുടെ കൂടെ ഓടി എടുക്കണത്. വീട്ടിൽ വന്നിട്ട് ഞാൻ നേരെ കരാട്ടെ ക്ലാസ്സിലേക്കായിരുന്നു പോയേ. ബിക്കോസ് ഞാൻ കുറച്ച് ലേറ്റായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് നേരെ പോയത് ഒരു ലൈം കുടിക്കാനായിരുന്നു. കാരണം ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ലേറ്റ് ആവുകയുണ്ട്. ഈ ഒരു വ്യൂ അടിപൊളി. എവിടെ പോയാലും ഒരു ഗ്രീനറി ഉണ്ടാവും ഞങ്ങളുടെ അവിടെ. ആൻഡ് ഫൈനലി വീട്ടിൽ വന്നിട്ടാണ് ലഞ്ച് കഴിക്കണത്. ആൻഡ് ഇറ്റ്സ്
ഹെവൻ. വിശക്കുന്നതുകൊണ്ടാണോന്ന് അറിയാൻ പാടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഫുഡ് ഈസ് മൈ ലവ് ലാംഗ്വേജ് ബൈ ദ വേ. ആൻഡ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കണ ആളാണ്. ഐ ലവ് ഇറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എൻ്റെ കുറേ പഴയ ക്യാൻവാസസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനൊരു ബോക്സിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വാർണിഷൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല, ജസ്റ്റ് പെയിൻറ്റ് ചെയ്താൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ പെയിൻറ്റിംഗ് ഒക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്തത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഡെക്കോർ വാർണിഷായിരുന്നു. ആക്രിലിക് ഭയങ്കര നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഒരു ഗ്ലോസ്നെസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് അതിന് ഒരു ഓഫുൾ ഒരു സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ നേരത്തെ ഒരു വാർണിഷ് അപ്ലൈ ചെയ്തത് എനിക്ക് ഭയങ്കര സ്മെല്ലായിരുന്നു, ഒരു യെല്ലോ ജെല്ലി ടെക്സ്ചറൊക്കെ ആയിരുന്നു. ഇത് നമ്മുടെ ഗ്ലൂ പോലത്തെ ഒരു ടെക്സ്ചറും ഭയങ്കര ഫ്രീലി നമുക്ക് നമ്മുടെ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാമായിരുന്നു. ആൻഡ് വാർണിഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ വാളിൽ ഹാങ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡബിൾ ടേപ്പ്, ഡബിൾ സ്റ്റിക്കർ അങ്ങനെയൊക്കെ പറയണം, നമുക്ക് സാധാ സ്റ്റേഷനറീസിൽ അവൈലബിളാണ്. ജസ്റ്റ് ഞാൻ ഈ ഒരു റോളർ ക്യാൻവാസിൻ്റെയൊക്കെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് അത് വെച്ച് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ ചെയ്യണേക്കാളും ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണമായിരിക്കും ബെറ്റർ. അത് കൂടുതലും പറഞ്ഞു വരാണ്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ട് എനിക്കൊരു 2 ദിവസത്തിനുള്ളിൽ ഇത് പറഞ്ഞു വന്നു. കാരണം ഇത് ഒരൊറ്റ സ്ട്രിപ്പിൽ നമ്മൾ ചെയ്തേക്കണോണ്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണമായിരിക്കും ബെറ്റർ. അങ്ങനെ ഫൈനലി ഇല്ല ഒട്ടിച്ചു. ഇതായിരുന്നു ഒരു ഫൈനൽ ലുക്ക്. ഓവർ ഡെക്കറേറ്റീവ് ഒന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഒരു റിയൽ ബട്ടർഫ്ലൈ അത് ആ ഒരു പെയിൻറ്റിങ്ങിൽ വന്നിരുന്നു. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഒരു റിയലാണെന്ന് തോന്നിയോണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ എവറി വൺ വാച്ചിങ് ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ്.